ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് റെഡി ആയിട്ട് പോകാൻ പോകുന്നത് ഓണപരിപാടി ഉണ്ട്. അപ്പൊ നമ്മൾ പോകാൻ നോക്കുന്നത് കരാമയല്ല, എവിടെയാണ്? കരാമക്കാണ്. ഓക്കേ, അപ്പൊ ബാക്കി വിശേഷങ്ങൾ കാണാം. അങ്ങനെ ഇതാ നമ്മൾ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നതാണ്. അപ്പം ഓണമെല്ലാം കഴിഞ്ഞില്ലേ, ഇനിയെന്ത് ഓണപ്പരിപാടി ഉണ്ട്. നമുക്ക് ദുബായ്ക്കാർക്ക് ക്രിസ്മസ് വരെ എല്ലാ ആഴ്ചയും ഓണപ്പരിപാടി ഉണ്ടാവും. നമുക്ക് ഓണപ്പരിപാടി വന്നിട്ട് ഗ്രാൻഡ് ഹയാത്തിലാണ്. അപ്പം നമ്മളിതാ അവിടെ എത്തി. നമ്മൾ ഏകദേശം ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം തന്നെ പോയിട്ടുണ്ട്. നമ്മളവിടെ എത്തുമ്പോൾ ശരിക്കും കേരളത്തിലെത്തിയ പോലെ ഉണ്ടായിന്. എല്ലാവരും നല്ല സെറ്റ് സാരി സെറ്റ് മുണ്ടെല്ലാം എടുത്ത് നല്ല സുന്ദരി മണികളും സുന്ദര കുട്ടപ്പനെല്ലാം ആയിട്ട് എത്തിയിട്ടുണ്ടേനും. പിന്നെ ജിത്തോട്ടൻ്റെ പ്രോഗ്രാം നടക്കുന്ന ആ ഭാഗത്തേക്ക് പോയാൽ അവരെല്ലാം ഇതാ ഓരോരോ സാധനങ്ങളായി അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. മേക്കപ്പിൻ്റെ എല്ലാം ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ മാവേലിയിൽ ഇതാ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തുന്ന പരിപാടിയും നോക്കാൻ വേണ്ടി പോകാം. രാവിലെ തന്നെ ഓരോ പ്രോഗ്രാംസും എല്ലാം സ്റ്റാർട്ട് ചെയ്തിന്. അപ്പം ഞാൻ പോയപ്പം കണ്ടത് പൂക്കള മത്സരവും പായസം കോമ്പറ്റീഷനുമാണ് കണ്ടത്. അപ്പം അതെല്ലാം ഇങ്ങനെ നോക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റേജ് പ്രോഗ്രാംസ് ഉണ്ടായിന്. കുറേ ഡാൻസ്, കുട്ടികളുടെ ഡാൻസും വലിയവരുടെ ഡാൻസും അങ്ങനെ എല്ലാം ഉണ്ടായിട്ടുണ്ടായി. ഏകദേശം 2500 അതിലും മേലെ ആൾക്കാർ ഉള്ള ഫംഗ്ഷനാണ്. ഈ വീഡിയോയിൽ തന്നെ കണ്ടാൽ നിറയെ അത്രയ്ക്ക് നല്ല റഷ് ഉണ്ടായിന്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നാട്ടിലെ ഓണത്തിനും കാട്ടി ഇഷ്ടം ഇവിടെ വന്നിട്ടുള്ള ഓണം സെലിബ്രേഷൻസ് ആണ്. ഈ ഡാൻസിൻ്റെ എല്ലാം ഒറിജിനൽ സോങ് ആഡ് ചെയ്യാത്തത് കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ്. കുഞ്ഞിക്കുട്ടിയുടെ ഡാൻസ് ഒരു രക്ഷയും ഉണ്ടായിട്ടില്ല. എല്ലാവരും നല്ല ഭംഗിയിൽ കളിക്കുന്നുണ്ടായിന്. നല്ല കോസ്റ്റ്യൂമെല്ലാം ഒരുപോലെ ഇട്ടിട്ട് നല്ല രസത്തിൽ കുട്ടികൾ കളിക്കുന്നുണ്ടായിന്. അങ്ങനെ പരിപാടിയെല്ലാം കണ്ടിങ്ങനെ എൻജോയ് ചെയ്തിരിക്കുന്ന സമയത്താണ് സദ്യ കൊടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും സദ്യ കഴിക്കാം. ഫസ്റ്റ് തന്നെ ലേഡീസിനും കുട്ടിയൊക്കെല്ലാം എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ വേഗം സദ്യ കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഇവരെ കൂടെ പ്രോഗ്രാമിന് വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം സദ്യയിൽ ഇതുപോലെ ബോളി കിട്ടും. ഇത് തിരുവനന്തപുരത്തെ ഫുഡാണ്. അപ്പോൾ നമ്മളെ കണ്ണൂരൊന്നുമില്ല. അപ്പോൾ എനിക്ക് എപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിച്ച് കുറേ ഡാൻസ് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ കുറച്ച് മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ കേര കേസരി എന്ന് പറഞ്ഞിട്ട് ജെൻസിൻ്റെ ഫാഷൻ ഷോ ഉണ്ടായിരുന്നു. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ജെൻസിൻ്റെ റാമ്പ് വാക്ക് ഇങ്ങനെ കാണുന്നത്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്തിന്. പിന്നെ ഇതുപോലെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടിപൊളിയായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അതെല്ലാം കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ജെൻസിൻ്റെത് കഴിഞ്ഞപ്പാട് നെക്സ്റ്റ് ലേഡീസിൻ്റെ അന്ന് കേരമങ്ക എന്ന് പറഞ്ഞിട്ട് അതും നല്ല അടിപൊളി, എല്ലാവരും നല്ല അടിപൊളിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാവരും കാണാൻ വേണ്ടിയിട്ട്. കേരയുടെ ഓണം ഇത് ആദ്യമായിട്ടാണ്. ഇത് റിവൈവിൻ്റെ കംബാക്കിൻ്റെ വർഷമാണ്. അത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇത് ഒരു നാന്ദിയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. താങ്ക് യു. ഈ ഓണം, ഈ ആഘോഷത്തിലേക്ക് നമുക്കേവർക്കും ആഘോഷത്തോടെ ആവേശത്തിമിർപ്പോടെ പങ്കെടുക്കാം. കേരളത്തിൽ ഓണം ആഘോഷിക്കുന്ന
നൂതന ബുദ്ധിയോടെ സാംസ്കാരിക കേരളോസ് എഞ്ചിനീയറിംഗ് കണ്ണൂർ ടീം. ധന്യമാക്കുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേരളൻ്റെ ഓണാഘോഷ പരിപാടി. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.